എല്ലാവർക്കും പോസ്റ്റ് മാർക്കറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 3 എങ്ങനെയാണ് മാർക്കറ്റ് ഇന്ന് ബിഹേവ് ചെയ്തതെന്ന് നോക്കാം. നേരെ നമുക്ക് നിഫ്റ്റിയിലേക്ക് തന്നെ പോകാം. നിഫ്റ്റി ഇന്ന് ഓൾമോസ്റ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓൾമോസ്റ്റ് ഒരു 50 പോയിന്റ്സിന്റെ ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തതിനെ കാട്ടി ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. പക്ഷേ സഡൻ ആയ ഒരു ഫോളും അതനുസരിച്ച് മാർക്കറ്റ് ഇന്നലത്തെ ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് കുറച്ച് താഴെ പോയെങ്കിലും പിന്നെ ഓൾമോസ്റ്റ് ഒരു 12 o'clock ഒക്കെ കഴിഞ്ഞ് മാർക്കറ്റ് റിക്കവർ ചെയ്ത് ഡേയ്സ് ഹൈയിലേക്ക് എത്തുന്നതാണ് നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പം നോക്കുന്ന കാര്യത്തിൽ നമുക്ക് നിഫ്റ്റി IT ആണ് ആക്ച്വലി ഇന്ന് മാർക്കറ്റിനെ ഡ്രാഗ് ചെയ്തത്. നല്ല രീതിയിൽ ഓൾമോസ്റ്റ് ഒരു 5%, 5.5% ആണ് മാർക്കറ്റ് ഇന്ന് ഡ്രോപ്പ് ചെയ്തത്. ഇന്നലെ നോക്കുവാണെങ്കിൽ നിഫ്റ്റി IT തന്നെയായിരുന്നു ആക്ച്വലി മാർക്കറ്റിനെ മേലോട്ട് കൊണ്ടുപോയത്. ഒരു 100 പോയിന്റ്സ് ഗ്രീനിൽ എൻഡ് ചെയ്തത് നിഫ്റ്റി IT തന്നെയായിരുന്നു. ആ നിഫ്റ്റി IT തന്നെയാണ് ഇന്ന് മേജറായ മാർക്കറ്റിന് ഡ്രാഗ് ഉണ്ടാക്കാൻ കാരണം നിഫ്റ്റി IT തന്നെയായിരുന്നു. അപ്പോൾ എയിലെ ഡിസ്റ്റർബൻസ് തന്നെയാണ് ഈ നിഫ്റ്റി ITയിൽ ഇത്രയും വലിയൊരു 5.5% ഡ്രോപ്പ് ഉണ്ടാകാനുള്ള ചാൻസസ് വന്നത്. ഓക്കെ, അപ്പം ഇന്നലെ US മാർക്കറ്റിൽ ഇതിനനുസരിച്ച് എക്സ്ചേഞ്ചറൊക്കെ നല്ല രീതിയിൽ താഴെ വരുന്നു. അപ്പം അത് ഇന്ത്യൻ മാർക്കറ്റ് രാവിലെ തന്നെ ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ട് വന്നു IT. അപ്പം അതനുസരിച്ച് IT ഓൾമോസ്റ്റ് ഒരു 5.5% വീണാണ് കണ്ടത്. അപ്പം കറൻ്റ്ലി IT വളരെ വീക്കായിട്ടാണ് കറൻ്റ്ലി ഇന്ന് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റ് റാലി ചെയ്തത് നിഫ്റ്റി IT ആണെങ്കിൽ പക്ഷേ ഇന്ന് നല്ല രീതിയിൽ ഒരു 5.5% ഒരു ഡ്രോപ്പാണ് ഇൻഡെക്സിൽ വന്നത്. അപ്പം നോക്കുന്ന സമയത്ത് നിഫ്റ്റി ITയിലെ സ്റ്റോക്സുകൾ നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഏറ്റവും കൂടുതൽ വീണിരിക്കുന്ന TCS ആണ്. TCS ഓൾമോസ്റ്റ് 8.3% ആണ് ഒറ്റ ദിവസത്തിൽ ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്. ലാർജ് ക്യാപ് സ്റ്റോക്കാണ്, ബട്ട് എന്നാലും TCS ആണ് നല്ല രീതിയിൽ ഇന്ന് ഫോളോ ചെയ്ത്. അപ്പോൾ ഇൻഫോസിസ് ഓൾമോസ്റ്റ് 3.7% ഫോളോ ചെയ്തു. വിപ്രോ 2.7%, ഇതൊക്കെ HCL 5.5%. ഇതൊക്കെയാണ് മാർക്കറ്റിന് ഇന്ന് രാവിലെ തന്നെ മാർക്കറ്റിനെ ഡ്രോപ്പ് ചെയ്യും. ഓൾമോസ്റ്റ് 12 o'clock വരെ ഡ്രോപ്പ് ചെയ്യാൻ കാരണം IT സ്റ്റോക്സ് തന്നെയാണെന്ന് തന്നെ മേജറായിട്ട് പറയാം. ഹൈ വെയിറ്റേജ് സ്റ്റോക്സ് ആണ് TCS, ഇൻഫോസിസ്, വിപ്രോ, HCL. ഇതൊക്കെ ഈ നിഫ്റ്റിയിൽ ഹൈ വെയിറ്റേജ് ആയ സ്റ്റോക്സ് ആണ്. ഓക്കെ, അപ്പം കറൻ്റ്ലി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഇവിടെ കാണാൻ പറ്റും. ഓൾമോസ്റ്റ് എല്ലാം 2% മുകളിലാണ് ഇന്ന് നിഫ്റ്റി ITയിലെ സ്റ്റോക്സുകളൊക്കെ വീണിരിക്കുന്നത്. ഓക്കെ, കറൻ്റ്ലി അപ്പോൾ വരുവാണെങ്കിൽ എന്താണ് ഇന്ന് മാർക്കറ്റിനെ ഒരു ഓൾമോസ്റ്റ് ഒരു അത്രയും വലിയൊരു നെഗറ്റീവ് ഇന്ന് പിടിച്ചു നിർത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് സെക്ടർ തന്നെയാണ്. PSU ബാങ്ക് ഓൾമോസ്റ്റ് 1.7% റാലി ചെയ്തു. ഓൾമോസ്റ്റ് അതേപോലെ ബാങ്ക് ആണെങ്കിൽ ബാങ്ക് ഓൾമോസ്റ്റ് ഒരു 0.8% റാലി ചെയ്തു. പ്രൈവറ്റ് ബാങ്കും ഓൾമോസ്റ്റ് ഒരു 0.7%. ഓക്കെ, നിഫ്റ്റി IT ആണ് ഏറ്റവും നല്ല രീതിയിൽ ഡ്രാഗ് ചെയ്തത്. ഓക്കെ, അപ്പം നമുക്ക് ഇൻഡിവിജ്വലായിട്ടൊന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പം നിഫ്റ്റിയിൽ പോകുന്ന സമയത്ത് നിഫ്റ്റിയിലെ ലെവൽസുകളൊന്ന് നോക്കി നോക്കാം. നിഫ്റ്റിയിലെ ഇന്നത്തെ ലെവൽസ് എങ്ങനെയാണ്, ഇന്നലെ ലെവൽസ് റെസ്പെക്ട് ചെയ്തതെന്ന് നോക്കാം. അപ്പം നോക്കുന്ന സമയത്ത് ഇന്നലെ നമുക്ക് ഈ ഒരു സപ്പോർട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ആ സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് പിന്നെ അവിടെ നിന്ന് റീബൗണ്ട് ചെയ്യാറുണ്ട്. അപ്പം പ്രോപ്പറായ ഒരു ഏരിയ സപ്പോർട്ട് എടുക്കുന്നു. ബട്ട് നിഫ്റ്റീൻ്റെ ITൻ്റെ ആ ഒരു ആഘാതം കൊണ്ട് ആ ഒരു സപ്പോർട്ട് പിടിച്ചു നിൽക്കാതെ മാർക്കറ്റ് കുറച്ചും കൂടെ താഴോട്ട് വന്ന് അവിടെ നിന്ന് റീബൗണ്ട് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ കറൻ്റ്ലി നമുക്കിതൊരു സപ്പോർട്ടായിട്ട് തന്നെ എടുക്കാം ഈ ഒരു കറൻറ്റുള്ള ലെവൽസ്. ഇല്ലെങ്കിൽ ഇന്നത്തെ ലോ നോക്കുവാണെങ്കിൽ കറൻ്റ്ലി നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, കറൻ്റ്ലി പ്രീവിയസ്ലി ഉണ്ടായിരുന്ന April 7th ഫോം ചെയ്ത, ഇല്ലെങ്കിൽ April 8th ഫോം ചെയ്ത ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് ഇന്ന് ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം അതൊരു പ്രോപ്പറായ സപ്പോർട്ട് തന്നെയാണ് മാർക്കറ്റിൽ എടുത്തിരിക്കുന്നത്. അപ്പം അത് ഫില്ല് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കറൻ്റ്ലി ഞാൻ പ്രതീക്ഷിക്കുന്ന മാർക്കറ്റ് ഇവിടെ നിന്നൊരു റാലി അപ് ടു ഈ റേഞ്ച് വരെ 23,800 അല്ലെങ്കിൽ 700 വരെ മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൊമെൻറ്റം കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നാളെ IT ഒന്ന് ശാന്തരാവുകയാണെങ്കിൽ പോലും ഈ ഒരു റാലി കണ്ടിന്യൂഷൻ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ബാങ്കിൽ നമ്മൾ ഇന്നലെ സംസാരിച്ച ഈ ഒരു ലെവൽ, ഓക്കെ, ഈ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു ലെവലിലേക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നു. ബട്ട് മാർക്കറ്റ് നേരെ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് ആദ്യം വന്നു. പിന്നെ അവിടെ ഓൾമോസ്റ്റ് ഒരു 12 o'clock കഴിഞ്ഞ് മാർക്കറ്റ് ആ റേഞ്ചിലേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പം നേരെ ആ റേഞ്ചിൽ പോയില്ല,
അപ്പോൾ മാർക്കറ്റ് രാവിലത്തെ ആ ഒരു റാലി ഇവിടെ എന്ത് ചെയ്യുന്ന ഓൾമോസ്റ്റ് താഴെ വന്നു സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോകുന്നതാണ് കണ്ടത്. ഓക്കെ, പിന്നെ നിഫ്റ്റി മിഡ് ഗ്യാപ്പ് നോക്കുവാണെങ്കിൽ മിഡ് ഗ്യാപ്പും അതേ രീതിയിൽ മാർക്കറ്റ് രാവിലെ ഒരു ഡ്രോപ്പ് തന്നു, 12 o'clock കഴിഞ്ഞ് പിന്നെ തിരിച്ചു കയറി ഒരു വി ഷേപ്പ് റിക്കവറി പറയാം എല്ലാത്തിലും, നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും അതേ രീതി ഓൾമോസ്റ്റ് ഒരു വി ഷേപ്പ് റിക്കവറിയാണ്. നമ്മൾ ഇന്നലെ വരച്ചിരുന്ന ആ സപ്പോർട്ടിലേക്ക് ടാപ്പ് ചെയ്ത് അവിടെ നിന്ന് തിരിച്ച് റീബൗണ്ട് ചെയ്യാണ്. ഐ തിങ്ക് ഫസ്റ്റ് ഹാഫ് നെഗറ്റീവ് ആയിരുന്നു നമ്മുടെ മാർക്കറ്റ്, ബട്ട് സെക്കൻഡ് ഹാഫ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതാണ് കണ്ടത്. അപ്പം മേജറായ എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞ് ഞാൻ ഓൾറെഡി പറഞ്ഞു, IT ആണ് മേജർ ഡ്രാഗർ ആയിട്ടുണ്ട്. IT ഫസ്റ്റ് ഹാഫിൽ വീണ രീതിയിൽ സെക്കൻഡ് ഹാഫിൽ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ പോവുമായിരുന്നു. കൺസോൾട്ടേഷൻ കൊണ്ട് ബാക്കിയുള്ള സെക്ടേഴ്സ് അതിൽ പെർഫോം ചെയ്യാണ് കണ്ടത്. ഓൾമോസ്റ്റ് ബാക്കിയുള്ള ഇവൻ ബാങ്ക് ആയിക്കോട്ടെ, പ്രൈവറ്റ് ബാങ്ക്സ് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ സർവീസസ് ആയിക്കോട്ടെ, എല്ലാ രീതിയും എല്ലാം ഓൾമോസ്റ്റ് സെക്കൻഡ് ഹാഫിൽ റിക്കവർ ചെയ്യുന്നതാണ് കണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കാം. അപ്പം ഇവിടെ നോക്കുന്ന സമയത്ത് ക്രൂഡ് ഓയിൽ ഇന്ന് ഓൾമോസ്റ്റ് ഒരു 2% പിന്നെയും മാർക്കറ്റിൽ റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ടെൻഷൻ കാരണം, ഇറാൻ US ടെൻഷൻ കാരണം, ഒരു വാറിൻ്റെ അൺസർട്ടനിറ്റി കാരണം മാർക്കറ്റിൽ ഇപ്പോഴും ഒരു മാർക്കറ്റ് അവിടെ നിന്ന് ഒരു പ്രീവിയസ്ലി ഉണ്ടായിരുന്ന 90ൽ സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറുന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം കറൻ്റ്ലി അതിനൊരു തീരുമാനം അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് പിന്നെയും ഒരു 100ന്റെ എബോവ് മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം മാർക്കറ്റ് കുറച്ചും കൂടെ ഈ ഒരു സൈഡ് വേസ് മൊമെൻറ്റം കീപ്പ് ചെയ്യാൻ, ഓവറോൾ മാർക്കറ്റ് നമ്മുടെ നിഫ്റ്റി ആണെങ്കിൽ സൈഡ് വേസ് മാർക്കറ്റ് കീപ്പ് ചെയ്യാനുള്ള ചാൻസസും കാണുന്നുണ്ട്. ഇനി നമുക്ക് ഡോളർ ഇൻഡെക്സ്, ഡോളറും INR വെച്ചിട്ടുള്ള പെയർ നോക്കുവാണെങ്കിൽ അതും ചെറിയ രീതിയിൽ ഇന്ന് കയറുകയാണ് കണ്ടത്. ഓൾമോസ്റ്റ് ഒരു 0.3% മൂവ്മെൻ്റ് ആണ് മേലോട്ടേക്ക് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇന്ന് പെർഫോം ചെയ്ത മേജറായ സ്റ്റോക്സുകൾ നോക്കുവാണെങ്കിൽ ഒന്ന് IFCI. ഓക്കെ, അത് ഓൾമോസ്റ്റ് നമുക്ക് ചാർട്ട് ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഒരു പ്രീവിയസ്ലി ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് ലെവൽ, ഇല്ലെങ്കിൽ നമുക്കൊരു സപ്ലൈ സോൺ എന്ന് തന്നെ പറയാം, പലപ്പോഴായിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് റിജക്റ്റ് ചെയ്താണ് മാർക്കറ്റ് താഴെ പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് ഇന്ന് നല്ല രീതിയിൽ സ്ട്രോങ് ബ്രേക്ക്ഔട്ട് തന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് 12% സ്ട്രോങ് ബ്രേക്ക്ഔട്ട് ആണ് തന്നിരിക്കുന്നത് കറൻ്റ്ലി. അപ്പം ഈ ഒരു റേഞ്ച് വരെ ഇത് പോകാനുള്ള ചാൻസ് ഉള്ള ഓൾമോസ്റ്റ് 91 rupees വരെ IFSL ലിമിറ്റഡ് പോകാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. പിന്നെ മേജറായ ഡ്രാഗർ എന്ന് പറഞ്ഞാൽ TCS തന്നെയാണ്, നമ്മുടെ നിഫ്റ്റിയിലെ ഹൈ വെയിറ്റേജ് സ്റ്റോക്ക് തന്നെയാണ്. അതാണ് ഏറ്റവും കൂടുതൽ ഇന്ന് മാർക്കറ്റ് വേണം. അപ്പോൾ ഇന്നലെ റാലി ചെയ്തു, ഇന്നലെ ഓൾമോസ്റ്റ് ഒരു ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ ഒരു ഓൾമോസ്റ്റ് ഒരു 6% ആണ് TCS റാലി ചെയ്ത്. പക്ഷെ ആ TCSന്റെ ആ ഒരു ഗെയിനൊക്കെ, ഇന്നലത്തെ ആ ഗെയിനൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഏറ്റവും അതിനെക്കാട്ടി കൂടുതലാണ് ഇന്ന് ഓൾമോസ്റ്റ് മാർക്കറ്റ് വീണത്. ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തു, ഓൾമോസ്റ്റ് ഒരു 8% ടോട്ടൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ആ സപ്പോർട്ടിലേക്ക് ഒറ്റ ദിവസം കൊണ്ട് വരുവാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നിന്ന് കയറാൻ ഒരു 2 weeks എടുത്തെങ്കിലും പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് മാർക്കറ്റ് ഡ്രോപ്പ്. ഫർദർ വീക്ക്നെസ് ആണ് IT സെക്ടറിൽ കാണുന്നത്. IT സെക്ടർ പെർഫോം ചെയ്തു എന്ന് വിചാരിച്ചു, ബട്ട് തിരിച്ച് മാർക്കറ്റ് അത് തിരിച്ച് ഡ്രോപ്പ് ചെയ്ത് താഴോട്ട് പോവുകയാണ് കാണുന്നത്. ഇപ്പം സെല്ലേഴ്സിന്റെ ഏരിയ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്ന. മാർക്കറ്റ് ഇനിയും താഴോട്ട് പോകാനുള്ള ചാൻസസ് TCSൽ കാണുന്നുണ്ട്. അപ്പം നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയും ഓൾമോസ്റ്റ് ഓക്കെയാണ്. മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓക്കെയാണ്. IT സെക്ടറാണ് കുറച്ചും കൂടെ വീക്കറായിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഓയിലിൻ്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ ഓയിൽ ഇന്നലെ സംസാരിക്കുന്ന സമയത്ത് പുട്ട് സൈഡ് ആയിരുന്നു കോൾ ഓയിൽസ് കൂടുതലുണ്ടായിരുന്നു. പക്ഷെ കോള് കുറവും കൂടെയായിരുന്നു. ബട്ട് ഇന്നലെ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഇന്നായിരിക്കും കൂടുതലായ ബിൽഡപ്പ് കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പം നോക്കുന്ന സമയത്ത് ഇവിടെ കോൾ ഓയിൽസ് ആണ് കുറച്ചും കൂടെ കൂടുതൽ റെസിസ്റ്റൻസ് ആണ് ഇപ്പം കറൻ്റ്ലി ഉള്ളത്. നിയർ ബൈ ഉള്ള റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 23,500 ആണ്. ഇപ്പോൾ 23,500 എന്ന് പറഞ്ഞാൽ ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത് 23,400 ആണ്. അപ്പം ഈ ഒരു റേഞ്ചിൽ ഇവിടെ ഒരു 500 ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാനുള്ള ചാൻസസ് ഓയിലുണ്ട്. ഓക്കെ, അപ്പം കറന്റ് അതാണ് ഹ്യൂജ് ആയ ഓയിൽ ബിൽഡപ്പ് 23,500 നടക്കുന്നത്. ബട്ട് പുട്ട് സൈഡ് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ട്രൈക്ക് പ്രൈസസിലും ഓൾമോസ്റ്റ് ഡീസെൻ്റ് ആയ
പുട്ട് സപ്പോർട്ട് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, കറൻ്റ്ലി ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇനിയും മേലോട്ട് മൂവ് ചെയ്യണം. അപ്പോൾ അപ് ടു 23,800 വരെ മാർക്കറ്റ് സുഖമായിട്ട് മൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഈവൻ ടെക്നിക്കൽ വൈസ് അനലൈസ് ചെയ്യുകയാണെങ്കിലും ഇത് 23,500 ബ്രേക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റം നമുക്ക് കാണാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. മാർക്കറ്റ് ഒരു സൈഡ് വേസ് മാർക്കറ്റിലാണ് നിൽക്കുന്നത്, സൈഡ് വേസ് സോണിലാണ്. അപ്പം 23,800 ബ്രേക്ക് ചെയ്യാതെ നമുക്ക് ഇപ്പോഴും ടെക്നിക്കലി നമുക്ക് മാർക്കറ്റ് ഒരു സൈഡ് വേസോ അപ് ട്രെൻഡോ ഒന്നും പറയാനായിട്ടില്ല. മാർക്കറ്റ് അതേപോലെ ബെയറിഷ് ആയിട്ടില്ല. അപ്പോൾ ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു റേഞ്ച് ബോണ്ടിലാണ് മാർക്കറ്റ് ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്യുന്നത്. അപ്പം അത് ബ്രേക്ക് ചെയ്ത് ഇപ്പം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാണ് 23,800 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഹൈസ് മൂവ് ചെയ്യും. അതല്ല കറൻ്റ്ലി ഇന്ന് ക്രിയേറ്റ് ചെയ്ത ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫർദർ വീക്ക്നെസ് ഇല്ലെങ്കിൽ പെട്ടെന്നുള്ള 2200 മാർക്കറ്റ് വരാനുള്ള ചാൻസസ് ആണ്. അതുകൊണ്ട് ഈ ഒരു ഏരിയ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. അപ്പോൾ മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുമെന്ന്. ഓക്കെ, ക്ലിയർ. താങ്ക് യു.